ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്സ് കോർണർ. നമുക്കിന്ന് പോപ്കോൺ വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കാരമൽ പോപ്കോണിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പോപ്കോൺ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം നമുക്കൊരു ചീനിച്ചട്ടി എടുക്കാം, അല്ലെങ്കിൽ അടികട്ടിയുള്ളൊരു പാത്രം എന്തെങ്കിലും എടുത്താലും മതിയാവും. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൽ നിന്ന് ആവി വന്ന് തുടങ്ങും. ഇപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ചട്ടി നല്ലപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചോളം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഓയിലിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാക്കി ഒന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓരോന്നായിട്ട് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ പൊട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ മൂടി വെച്ചില്ലെങ്കിൽ പൊട്ടി കഴിയുമ്പോൾ എല്ലാം പുറത്തേക്ക് തെറിച്ച് പോകും. അതുകൊണ്ടാണ് മൂടി വയ്ക്കണമെന്ന് പറയണത്. ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മൂടി മാറ്റാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പൊട്ടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും. ഇപ്പോൾ എല്ലാം പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാകും. അപ്പോൾ ആ സൗണ്ട് സ്റ്റോപ്പായി കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാരമൽ വേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുക. ഇനി നമുക്ക് കാരമൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സെയിം പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഷുഗർ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പോപ്കോൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കാരമലിൻ്റെ സ്റ്റിഫ്നെസ് ഉള്ളതുകൊണ്ട് ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കാരമൽ പോപ്കോൺ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെയും ബൈ.